ഒന്ന് മാറിക്ക്, ഞാനും കൂടെ റെഡി ആവട്ടെ. നേരെ ഒരുപാടായി, വേഗം ഇറങ്ങി വാ. വരാൻ പറ. വരുന്നു. ഈ വീട്ടിൽ നിന്ന് ഒരു ചെറുക്കനും പെണ്ണും ഒരുമിച്ച് ഇറങ്ങിപ്പോയി താലികെട്ട് നടത്തുന്നതേ ഇത് 3-ാം തവണയാ അല്ലേ? പിന്നല്ലാതെ. അതിലൊന്ന് രജിസ്റ്റർ മാരേജ് ആയിരുന്നു. അല്ല, നമ്മൾ അമ്പലത്തിലേക്ക് എത്തുമ്പോഴേക്കും ആസിഫ് താലിയായിട്ട് അങ്ങോട്ട് വരുമല്ലോ അല്ലേ? അവൻ വരും. അമ്പലത്തിൽ വെച്ച് താലികെട്ട് നടത്താതെ ഇവരുടെ കല്യാണം നടന്നു എങ്ങനെ പറയും? ആസിഫ് വിളിച്ചപ്പോ അവന്റെ ഉമ്മ ഹോസ്പിറ്റലാന്നാ പറഞ്ഞേ. ആസിഫ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം ഇടിഞ്ഞു വീണാലും അതവൻ പാലിക്കും. മോള് ധൈര്യമായിട്ട് വാ. വാ മോളെ. മോനെ വാ. മോനെ വാ. ഒന്ന് വേഗം വാ. ആന്റണിയെ സൂക്ഷിച്ചു പോയാ മതി കേട്ടോ, ഇന്ന് കെട്ടുകടത്താനുള്ള പിള്ളേരാ. മക്കളെ നമ്മൾ കടവത്ത് നിന്ന് തുരുത്തിലേക്ക് പോകുന്ന പോലെ അല്ല, അമ്പലക്കടവിലേക്ക് കുറെ ദൂരമുണ്ട്. രണ്ടാളും മുറുകെ പിടിച്ചിരുന്നോ. നീ ഇവരെ പേടിപ്പിക്കാതെ മുരുക. ഇവർക്ക് പേടിയൊന്നുമില്ല, അതിലും വലിയ സാഹസമല്ലേ കാണിക്കാൻ പോകുന്നേ, അല്ലേ ജീവ? വിട്ടോ. സൂക്ഷിച്ചു പോയാ മതി കേട്ടോ. പിടിച്ചിരിക്കണേ എല്ലാരും. വിട്ടോ. എടുക്കണ. നമസ്കാരം. നമസ്കാരം. വഴിയിൽ തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ദേവിയുടെ സഹായം കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. മേൽപ്പാലം തുറന്നതുകൊണ്ടാ. ബോട്ടിലോ വള്ളത്തിലോ ഒക്കെ ആയിരുന്നെങ്കിൽ വൈകിയേനെ. ഇവിടെ സമയക്രമം എന്തെങ്കിലും? ഇപ്പൊ കൃത്യസമയമാ. തിരുവാഭരണ പെട്ടിയുമായി നടക്കിലെത്തുമ്പോ ദീപാരാധന തുടങ്ങും. തിരുവാഭരണം ഇറക്കിക്കോളൂ. വന്നോളൂ. കീഴ്ക്കാവിൽ ദേവിക്ക് ഉത്സവത്തിന് ചാർത്താൻ കൊണ്ടുപോയ തിരുവാഭരണം ആരൂഢ സ്ഥാനത്തെത്തിച്ച് കൈകൂപ്പുന്നു. അമ്മ മഹാമായയ്ക്ക് വേണ്ടി സ്വീകരിച്ച് കൈകൂപ്പുന്നു.